നമ്മൾ സുജ വേണമായിട്ട് മീറ്റ് ചെയ്യും, നമ്മളൊരു വീഡിയോ എടുക്കും. ഇല്ല സുജ വേണോ? ചേച്ചി ഫുഡ് കഴിച്ചു. ഞാൻ കഴിച്ചു മോനെ. ഞാൻ വേഗം ഫുഡ് കഴിച്ചു, തുണി കഴുകി കുളിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇനി 3:45 ആകുമ്പോൾ മോനെ വിളിക്കാൻ പോകണം. പൊന്നൂസ് ചൂടാണ് ആന്നോ? ശരി ശരി. പിന്നെന്തുണ്ട് വിശേഷം പൊന്നൂസ്? വീഡിയോ ഒന്നും ഇട്ടില്ലേ പൊന്നൂസ്? അനു വന്നില്ലല്ലോ. അനു ഈ സമയമൊക്കെ വരാൻ പാടാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു അനു ഈ സമയത്തൊക്കെ ജോലി തിരക്കായിരിക്കും. അനു രാത്രിയൊക്കെ ലൈവ് ഇട്ടാൽ അനു ഫ്രീ ആണെന്ന് തോന്നുന്നു. ഇന്ന് എന്താ കറി? ഇന്ന് നമ്മൾ അയലയാണ് കേട്ടോ. അയല മീനാണ് സുജ. അയല വറുത്തു, അയല കറി വെച്ചു, പിന്നെ ക്യാരറ്റ് തോരൻ വെച്ചു. അவ்வளோதான். മഴ ഉണ്ടോ അവിടെ? മഴ രാവിലെ കുറച്ച് ചാറി കുറച്ച് ചാറിയിട്ട് ഇപ്പം മഴക്കോളായിട്ട് കിടക്കുന്നു. രാവിലെ മോനെ സ്കൂളിൽ കൊണ്ടാക്കാൻ ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു. പിന്നെ ഞാൻ കുട എടുത്തില്ല. സ്കൂളിൻ്റെ അടുത്ത് വാൻ വരുന്ന സ്ഥലത്ത് എത്താറായപ്പോഴത്തേക്കും മഴ നല്ലവണ്ണം പൊടിഞ്ഞു. പിന്നെ ഞാൻ വേഗം ആക്കിയിട്ട് വേഗം വന്നു. അഞ്ജു സൂസൻ ഹായ് ഹായ് ഹായ്. ലൈവിലേക്ക് സ്വാഗതം അഞ്ജു സൂസൻ. ഹായ് രജി പറഞ്ഞിരിക്കുന്നു. ലൈവിലേക്ക് സ്വാഗതം. ലൈക്ക് ചെയ്തിട്ട് വരണേ അഞ്ജു. സുഖാണോ അഞ്ജു? ചോര കഴിച്ചോ? ബ്രത്ത നായക്ക് ബ്രത്ത അയ്യോ ക്യൂട്ടി ബബി. താങ്ക് യു. പിന്നെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. ആണോ? ശരി ശരി. ഞാൻ ലൈവിൽ കയറി കാണാം കേട്ടോ. ലൈവ് കഴിഞ്ഞിട്ട്. അഞ്ജു സൂസൻ സുഖം പറയുന്നു. ഫുഡ് കഴിച്ചോ അഞ്ജു? ഭർത്താവ് എന്ത് ചെയ്യുന്നു? എൻ്റെ ചേട്ടൻ ടൈലിൻ്റെ പണിയാണ്. മാർബിൾ ടൈലൊക്കെ ഒട്ടിക്കത്തില്ല തറയല്ലേ, ആ പണിയാണ്. ജോലിക്ക് പോയിരിക്കുന്നത്. ഞായറാഴ്ച മാത്രമേ ലീവുള്ളൂ. മോൻ സ്കൂളിലും പോയി. അവിടെ മഴയുണ്ട്. ഇവിടെ മഴക്കാറുണ്ട് കേട്ടോ. മഴയില്ല. മഴ രാവിലെ കുറച്ചുണ്ടായിരുന്നു സുജ മഞ്ജു. തമിഴ് പഠിച്ച് ലൈവിൽ സംസാരിക്കുക കേൾക്കാൻ ഇഷ്ടമാണ്. എൻ്റെ പൊട്ട തമിഴ് കേട്ടിട്ട് എൻ്റെ മോനിപ്പോൾ ഒരു വക അറിയത്തില്ല. എൻ്റെ മോന് തമിഴാണോ മലയാളമാണോ? മോന് സുഖാണോ? ഫുഡ് കഴിച്ചു. എൻ്റെ മോന് തമിഴ് എന്താ പറയുക, തമിഴും മലയാളം എല്ലാം മിക്സ് ചെയ്ത് അവൻ സംസാരിക്കാനേ തുടങ്ങിയിട്ടില്ല. നല്ലവണ്ണം സംസാരിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇടയ്ക്ക് ചേട്ടൻ വഴക്ക് പറഞ്ഞു, ഒന്നീ തമിഴ് പഠിക്കുക അല്ലെങ്കിൽ മലയാളം പഠിക്കുക. കൊച്ചിനെ ഒന്നും സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. എൻ്റെ പ്രശ്നം കാരണം ഇന്നലെ ഞാൻ പഠിപ്പിക്കുക ചേട്ടൻ പുറത്തു പോയിരുന്നു. ഞാൻ തമിഴ് ബുക്ക് പഠിപ്പിക്കരുത്. പുതിയതായിട്ട് ഹോംവർക്ക് എഴുതി കൊടുത്തേക്കുന്നത് ഇങ് ആണ് എഴുതി കൊടുത്തിരിക്കുന്നത്. എനിക്കറിയത്തില്ല. ഞാൻ കായാണ് അത് കണ്ടത്. ഞാൻ വെച്ചാൽ കായായിരിക്കുമെന്ന്. ചേട്ടൻ ഇവിടെ ഇല്ല. പിന്നെ ഞാൻ ഇത് മോനെ കൊണ്ട് അപ്പുറത്ത് പോയി അനിയൻ്റെ വീട്ടിൽ. അനിയൻ്റെ വീട്ടിൽ അനിയൻ്റെ ഭാര്യയുണ്ട്. അനിയൻ്റെ ഭാര്യ എടുത്ത് വെച്ച് അനിയൻ്റെ ഭാര്യയുടെ ഇങ് ആണെന്ന്. അങ്ങനെ പിന്നെ എനിക്ക് സങ്കടവും വന്നിട്ട് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വീട്ടിൽ വന്ന് ഹോംവർക്ക് എഴുതിപ്പിക്കണ്ടേ. ചേട്ടനാണെങ്കിൽ പുറത്ത് വരുന്നതാണ്. എന്താ സാധനം പഠിക്കാൻ പുറത്ത് വരാൻ. അവർ ലേറ്റാണ് വന്നത്. അവർ വരുന്നവരെ കൊച്ചിനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റും? ഹോംവർക്ക് എഴുതണ്ടേ. അല്ല ഒന്നും അറിഞ്ഞൂടെ പറഞ്ഞു കൊടുക്കാതെ എഴുതി പഠിപ്പിച്ച് ശരിയാവത്തില്ല. പിന്നെ നമുക്ക് ഇങ് പഠിക്കാം എന്നും പറഞ്ഞിട്ട് വന്നിരുന്ന് ഹോംവർക്ക് എഴുതി കൊടുത്തു. പുതിയ പോർഷനൊക്കെ തമിഴിൽ പുതിയ പോർഷനൊക്കെ എടുത്താൽ ചേട്ടനില്ലെങ്കിൽ പണി കിട്ടും എനിക്ക്. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയുടെ അപ്പുറത്ത് അവളുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് മലയാളത്തിൽ എഴുതിച്ചിട്ടാണ് പഠിപ്പിക്കുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ മലയാളം പഠിച്ചിട്ട് കൊച്ചുങ്ങൾ തമിഴൊക്കെ പഠിപ്പിക്കുമ്പോഴുണ്ടല്ലോ ഒരു വിഷമം പോലെ. പിന്നെന്താ, ഈ തമിഴേ പഠിപ്പിക്കാൻ പറ്റുന്നില്ല. ഇനി മലയാളം കൂടെ പഠിപ്പിച്ചെടുക്കണം അവനെ. മലയാള അക്ഷരമൊക്കെ ഇനി എന്ന് പഠിപ്പിക്കുമോ എന്തോ. പിന്നെ എല്ലാവരും പോയോ? അനക്കൊന്നുമില്ല. എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയോ? ലൈവിൽ ഇപ്പോൾ 2 പേര് മാത്രമായി. ഈ ഷാജിയൊക്കെ ചാടിക്കൊണ്ട് വന്ന് ലൈവ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവ ഇട്ടിട്ട് പോയെന്നാണ് തോന്നുന്നത്. എന്തൊക്കെയായാലും ഞാൻ 3:30 വരെ ഇരിക്കുള്ളൂ കേട്ടോ എല്ലാവരോടും. നമ്മുടെ ഫിലാമിന ചേച്ചി ലൈവ് തുടങ്ങി. ചേച്ചിക്ക് ഇപ്പോൾ ചറപറ ദിവസമായിരിക്കും ദൈവം.